ഹലോ, ആൻഡമാൻ ട്രിപ്പിൻ്റെ പാർട്ട് 3 നമ്മൾ കാണിക്കുന്നത് പോർട്ട് ബ്ലെയറിൽ നിന്നും ഹാവ്ലോക്കിലേക്ക് പോകുന്നതും ഹാവ്ലോക്കിലെ കാഴ്ചകളുമാണ് കേട്ടോ. ഹാവ്ലോക്ക് ദ്വീപിലേക്കുള്ള. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ ഫെറി കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ടാക്സി പിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഒരുപാട് പേര് വെയിറ്റിങ്ങിലുണ്ട്. ഇതാ ഇവിടെ ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് ആണ് ഇതിൻ്റെ തറക്കല്ലിട്ടത്. അതിൻ്റെ ആ ഒരു പിന്നെ ഫലകം അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചെക്കിംഗ് ആണ് കേട്ടോ, സെക്യൂരിറ്റി ചെക്കിംഗ് ഉള്ള കാരണം നമുക്കവിടെ ക്യാമറ അലോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ഉൾഭാഗത്ത് നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടുന്ന് പുറത്തിറങ്ങി ഇതാ നമ്മൾ ഫെറിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ഭാഗം എത്തിയപ്പോഴാണ് വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ നമ്മൾ ഫെറിയിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ കയറി നമ്മൾ മൊത്തം ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ്. പിന്നെ പുറത്തെ കാഴ്ചകൾ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള യാത്രയാണ്. ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്ത് 2-2.25 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്രയുണ്ട് ഹാവ്ലോക്ക് ബീച്ചിലേക്ക്. Sometimes when you're here, I can feel no doubts, 'cause you keep me where the stars are bright. It doesn't really matter, 'cause you're here with me now. It doesn't really matter, it doesn't really matter, 'cause you're here with me now. നമ്മുടെ പഴയ കാലത്തെ പഴയ 20 രൂപയിലുണ്ടായിരുന്ന ഒരു ലൈറ്റ് ഹൗസ്, ആ ഒരു പിക്ചറാണ് അത്ര കേട്ടോ ഇത്. ആ ലൈറ്റ് ഹൗസൊക്കെയാണ് ഇത്. പഴയ 20 രൂപ നോട്ടുണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗം, ആ ഒരു ഐലൻഡും അതിൽ ആ ലൈറ്റ് ഹൗസും എല്ലാം കൂടെ. നല്ല രസകരമായ യാത്രയാണ് കേട്ടോ. ഈ ഒരു സീ കാണാൻ തന്നെ ഭയങ്കര രസം. ആ സീയിലൂടെ നമുക്കതിൻ്റെ വേവ്സൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ചിലയിടത്ത് ഭയങ്കര വേവ്സും ചില സമയത്ത് ശാന്തമായിട്ടുള്ള പിന്നെ ഒരു സീ ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതിലൂടെ പോകാൻ. പിന്നെ ബോട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പുറത്തേക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ കാണുന്ന ഭാഗം നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരികയാണ്. നമ്മളപ്പുറത്ത് ആ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സീൽ കാണുന്നതൊക്കെ. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു രസമാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടൊക്കെ ഇരുന്നു. നല്ല ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ യാത്രയും ആ സീയുടെ കാഴ്ചയും എല്ലാം കൂടെ ആയിട്ട്. ഫിഷിനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും അതിൻ്റെ കാഴ്ച പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെറി തന്നെ നോട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫെറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ, ഈ നോട്ടിക്കയുടെ തന്നെ വേറൊരു ഫെറിയാണ് നമ്മളിങ്ങനെ കാണുന്നത് ഇപ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ ഫെറി കാണാൻ. അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹാവ്ലോക്ക് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടാട്ടോ സീ കാണുന്നത്. ആ ഒരു പിന്നെ മനോഹാരിത ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സമയം അതെല്ലാം വീഡിയോ എടുത്തുകൊണ്ടും അവിടെ ഇങ്ങനെ നിന്ന് കുറേ സമയം അത് എൻജോയ് ചെയ്തു. ശരിക്കും എല്ലാവരും അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സീ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര ക്ലിയർ വാട്ടർ, അതിന് ആ ഒരു ഗ്രീൻ കളറും. ദൂരേക്ക് നോക്കുമ്പോൾ നമുക്കത് ബ്ലൂ ആയിട്ട്, കുറച്ച് ദൂരെ കാണുമ്പോൾ ബ്ലൂ ആയിട്ട്, ചിലപ്പോൾ ഡാർക്ക് ഗ്രീൻ ആയിട്ട്, അങ്ങനെയൊക്കെയാണ് ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനായിട്ടാട്ടോ മൊത്തം ഈ ഒരു സീ കാണുന്ന നമ്മൾ ബോട്ട് ജെട്ടി, ആ ബോട്ട് ഇറങ്ങി വരുന്ന ഒരു ഭാഗവും ബോട്ടിലേക്ക് പോകുന്ന ഭാഗമൊക്കെയാണ് ആ കാണുന്നത് ഈ ഫെറിയിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു മനോഹരമായ തീരത്തേക്ക്, ആ ഒരു ഐലൻഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര രസം തോന്നി. പിന്നെ അവിടെ ഈ നിറയെ ബോട്ട്, ഇതൊരു ബോട്ട് ജെട്ടിയാണ്. ഇവിടെയൊക്കെ ഉള്ളത് ടൂറിസ്റ്റുകളെ, അതായത്
വാട്ടർ ആക്ടിവിറ്റീസിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് ബുക്കിംഗ് ചെയ്യുന്ന ബുക്കിംഗ് സെൻറ്ററുകളാണ് ആ കുടയ്ക്ക് കീഴിലൊക്കെ. പിന്നെ ഇളനീരുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ഇളനീരുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് ക്ഷീണിക്കുമ്പോഴൊക്കെ ഇവിടെ ഏറ്റവും നന്നായി കുടിക്കാൻ പറ്റുന്ന നമുക്ക് ഇളനീരാണ്. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഇളനീര്, വലുതായിട്ടുള്ളതുണ്ടാവും. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു ഹോട്ടലിൽ ഇരുന്നിട്ടാണ്. ഇവിടെ ഇരുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. നല്ലതായിട്ടുള്ള ഫുഡൊക്കെ കിട്ടിയത്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സൊക്കെ എനിക്കിഷ്ടമായി. എല്ലാം വുഡൻ ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും, ചെയറും മറ്റും എല്ലാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ഭാഗത്തേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറിലാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഏപ്രിൽ മാസത്തിലാണല്ലോ പോയിട്ടുള്ളത്, അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നല്ലൊരു തൊപ്പി വാങ്ങി. ഇവിടെ ഈ ബീച്ചിലേക്ക് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ട്രൗസേഴ്സും ഷർട്ടും ആ ഒരു പ്രിൻ്റ് ഉണ്ടല്ലോ, ബീച്ച് പ്രിൻ്റ്, അതൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തൊപ്പിയാണ് വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് പിന്നെ നമ്മളിങ്ങനെ കാലാപത്തർ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ദീപ്തിയുടെ കയ്യിൽ അവിടെ ബൈക്കല്ല സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂട്ടറിലാണ് പിന്നെ അങ്ങോട്ട് കുറേ സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തത് സ്കൂട്ടറിലായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ കാലാപത്തർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറുത്ത പാറ, കറുത്ത കല്ല് എന്നൊക്കെ അർത്ഥമാണ് കാലാപത്തർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാറ, ബ്ലാക്ക് കളർ പാറ കാണുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം ആ ബീച്ചിന് ആ പേര് വരാനുള്ള കാരണം. കാട്ടിലൂടെ പോകുന്ന പോലെയാണ് കേട്ടോ. ഒരു സൈഡ് മൊത്തം കാടും ഒരു സൈഡ് ബീച്ച് വ്യൂവുമായിട്ടാണ് ഈ ഒരു ബീച്ചിലേക്ക് പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ ഏതോ ഒരു കാട് ഏരിയയിലൂടെ യാത്ര ചെയ്യുന്ന അതേ ഫീലായിരുന്നു. ഇവിടെ എല്ലാവരും സൺറൈസ് കാണാനൊക്കെ വന്നവരാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും സൺറൈസ് എല്ലാം കഴിഞ്ഞു, സണ്ണെല്ലാം ഒരുപാട് ഉയരത്തിലെത്തിയിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ആ ഒരു വ്യൂ നല്ല രസമായിട്ട് കാണുന്നുണ്ടായിരുന്നു. നല്ല വെള്ള മണലുള്ള നല്ല ഭംഗിയുള്ളൊരു ബീച്ച് കേട്ടോ. Sometimes when you're here, I can feel no doubt. ഇഷ്ടം പോലെ കോറൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എനിക്കിതെല്ലാം കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ ബീച്ചിലൊക്കെ നമ്മൾ കാണുന്നത് ചിപ്പികളൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. ഇവിടെ ഇതുപോലെയുള്ളതാണ് കാണുന്നത്. നല്ല ഉറപ്പുണ്ട് ഇതിന്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കുറേ എണ്ണം പെറുക്കിയെടുത്തു. കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്, നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് കൊണ്ടുവരാൻ പാടില്ല, എയർപോർട്ടിൽ വെച്ചിട്ട് ചെക്കിങ് ഉണ്ടായിരിക്കും. നമുക്കത് എടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്കതിൻ്റെ ഭംഗി അവിടുന്ന് കണ്ട് ആസ്വദിക്കാം. കുറേയൊക്കെ പെറുക്കി നടന്നു, അതെല്ലാം എടുത്ത് എന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുക. അങ്ങനെയൊക്കെ കുറേ സമയം ഈ ബീച്ച് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുള്ളൊരു ബീച്ചായിരുന്നു, ഭയങ്കര കാമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എന്താ പറയുക, സീ എന്ന് പറയുമ്പോൾ ക്ലിയർ വാട്ടറാണ്. പിന്നെ ചിലപ്പോൾ തിരമാല അടിക്കുമ്പോഴും പിന്നെ ആളുകളൊക്കെ അവിടെ കളിക്കുന്ന ആ ഒരു കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കാരണം അവിടെ ഇങ്ങനെ ഇത്തിരി ക്ലിയർ അല്ലാണ്ടാവുന്നുണ്ട്. എന്നാലും ഭയങ്കര രസമുള്ളൊരു ബീച്ചായിരുന്നു. നമുക്ക് ആ മരത്തണലിലൊക്കെ കുറേ സമയം ഇരിക്കാം, അങ്ങനെയൊക്കെ. ബീച്ച് എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ആ പോരുന്ന വഴിയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പോകുമ്പോൾ തന്നെ കണ്ട കാഴ്ചകൾ ഭയങ്കര മനോഹരമായിരുന്നു. അതുപോലെ തന്നെ തിരിച്ചു പോരുമ്പോഴും ഒന്നും കൂടി ആ കാഴ്ചകൾ എനിക്ക്
ഈ ഒരു സൈഡിനെ കൂടുതൽ ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ കിട്ടി. ഈ സൈഡിൽ നേരത്തെ പോകുന്ന സമയത്ത് ആ സൈഡായിരുന്നു എനിക്ക് കുറച്ചും കൂടെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ തെങ്ങൊക്കെ ഇങ്ങനെ കടലിനോട് ചാരി അങ്ങോട്ട് വീഴാൻ പോകുന്ന പാകത്തിൽ വെച്ച പോലെ തോന്നും. കടൽ ഭിത്തിയെല്ലാം നന്നായി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഒരു പക്ഷേ ഇങ്ങനെ തിരയടിക്കുന്ന സമയത്ത് കടൽ ഈ ഒരു ഭിത്തി ഈ ഭാഗത്തേക്ക് കയറി ഇളകി പോകുന്നത് കൊണ്ടായിരിക്കാം നല്ല ശക്തിയുള്ള നല്ല ബലമുള്ള കടൽ ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ. ഈ കോക്കനട്ട് ട്രീസ് ഉണ്ടോ, ഈ തെങ്ങുകളെല്ലാം ഇങ്ങനെ ചാരി അങ്ങോട്ട് ഇങ്ങനെ ചാരി കിടക്കുന്ന പോലെ തോന്നും. ഈ സൈഡ് മൊത്തം കാടാണ് കേട്ടോ, വലിയ വലിയ മരങ്ങളും കാടും ഒക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പെട്രോളിനും ഡീസലിനൊക്കെ നമ്മുടെ നാട്ടിലത്തേക്കാളും 20 രൂപയുടെ കുറവുണ്ട് കേട്ടോ. നല്ല കുറവുണ്ട് ഇവിടെ. 20 രൂപനേക്കാളും 20-21 രൂപയോളം കുറവാണ് പെട്രോളിനും ഡീസലിനും. പിന്നെ നമ്മളിവിടെ പിന്നെ ഒരു റിസോർട്ട്, ഈ സൈഡ് മൊത്തം ഇങ്ങനെ റിസോർട്ടുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് കാണാൻ പോയി. കാരണം ഇവിടുത്തെ ബീച്ച് ഭയങ്കര രസമാണെന്ന് ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ച് കാണാൻ വേണ്ടി മാത്രവും പിന്നെ നമ്മൾ ജസ്റ്റ് റൂം അന്വേഷിക്കാനാണ് എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടും പിന്നെ ദീപ്തി പിന്നെ ആ നാട്ടുകാരിയും കൂടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോൾഫിൻ ബീച്ച് റിസോർട്ടിലേക്ക് പോയി. ഇവിടുത്തെ ബീച്ച് ഞങ്ങൾ കുറേ സമയം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇവിടെ. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു റിസോർട്ടും അതിൻ്റെ പരിസരവും പിന്നെ ആ ബീച്ചും ഞാൻ കാണിക്കാം. ശരിക്കും നല്ല രസമായിട്ടുള്ള ഒരു റിസോർട്ട് ആണ് കേട്ടോ ഇത്. നല്ല എന്താ പറയുക, പ്രത്യേകമായിട്ടൊരു നമുക്ക് നല്ലൊരു കാമായിട്ട് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ പരിസരം മൊത്തം കാണാൻ. ഇതിൻ്റെ ഒരു എന്താ പറയുക, ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളുടെ പാർക്കെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല ആക്ടിവിറ്റീസിനൊക്കെ പറ്റി കുട്ടികളുടേതായിട്ടുള്ള അവർക്ക് ഓടിക്കളിക്കാനൊക്കെ പറ്റിയ നല്ല കുഞ്ഞു പാർക്കും പിന്നെ നമുക്ക് തന്നെ ഇഷ്ടം പോലെ നടക്കാനും ഓരോ റിസോർട്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നല്ല പ്രൈവസിയൊക്കെ കൊടുത്തുകൊണ്ടുള്ള ടൈപ്പിലാണുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ആ സൈഡിലുള്ള ബീച്ച് വ്യൂ കാണാൻ പോവുകയാണ്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ബീച്ചുകളുണ്ട്. അവർക്കൊക്കെ അവരുടെ ഒരു സൈഡ് ബീച്ച് വ്യൂ തന്നെ ആയിരിക്കും കേട്ടോ. It doesn't really matter, 'cause I feel so free now. ഈ ഒരു ബീച്ചിൻ്റെ മനോഹാരിത എനിക്ക് പറഞ്ഞാൽ മതിയാവാത്ത പോലെയാണ്. ആ വാട്ടറിൻ്റെ ഒരു കളറൊക്കെ കണ്ടില്ലേ,
ദൂരെ നമ്മൾ നോക്കുമ്പോൾ ഡാർക്ക് ഒരു ബ്ലൂ ആയിട്ട് തോന്നും. പിന്നീട് അതിങ്ങനെ ലൈറ്റായിട്ട് വന്നിട്ട് ഏറ്റവും ഇവിടെ എത്തുമ്പോഴേക്കും അതൊരു ഗ്രീനിഷ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഫുൾ വൈറ്റ് മണലും ആ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ വാട്ടറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള ഒരു ബീച്ചാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ബീച്ചിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ളൊരു വ്യൂ ആണ് ഇത്. അതായത് രണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ആദ്യം കണ്ട വെള്ളം നിറഞ്ഞ ഭാഗമാണ് വെള്ളം ഇല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ പാറക്കല്ല് പോലെ കണ്ടത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ആ മോർണിംഗിൽ ഫസ്റ്റ് കാണുമ്പോൾ ഈ ട്രീ എല്ലാം ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അത്രയും അറ്റത്താണ് അവിടെ ആ ട്രീ. ഞാനത് പ്രത്യേകം കാണിച്ചതാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളം. ഇനി കുറച്ച് കഴിഞ്ഞുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ വെള്ളമെല്ലാം പോയി ആ ട്രീ വെറും വെള്ളമൊന്നുമില്ലാതെ മണൽ ഭാഗത്തായിട്ട് നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, എത്ര സമയം നമുക്കവിടെ നിന്ന് അത് എൻജോയ് ചെയ്ത് ഞങ്ങളവിടെ കുളിച്ചൊക്കെ ചെയ്തിട്ടോ. നമുക്കത് പ്രൈവറ്റ് ബീച്ചായതുകൊണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ല രസമായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ബീച്ച് എൻജോയ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. Sometimes when you're here, I can't feel no doubt, 'cause you keep me where the stars are bound. It doesn't really matter, 'cause you're here with me now. It doesn't really matter. It doesn't really matter, 'cause you're here with me now. It doesn't really matter, 'cause I feel so free now. പിന്നെ ഇവിടെ വെള്ളത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ഷാർപ്പായിട്ടുള്ള കല്ലുകളും അതുപോലെ ഈ മരങ്ങളുടെയൊക്കെ വേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ വേരുകളൊക്കെ നമ്മൾ വെള്ളം ഇല്ലാത്തപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ കാണുന്നുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള വേരുകളാണ്. നമ്മളിങ്ങനെ ഈ ഒരു ക്ലിയർ വാട്ടറിലൂടെ നടന്ന് നമുക്ക് കുറേ ദൂരം നടക്കാം. ഒരുപാട് പിന്നെ ആഴത്തിലൊന്നുമല്ല. അപ്പോൾ അത്രയും നമ്മൾ നടക്കാം. പക്ഷേ നമ്മൾ സേഫ് ആയിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നല്ല ഷാർപ്പാണ്. കുഞ്ഞു പാറക്കല്ലുകൾക്കൊക്കെ നല്ല ഷാർപ്പാണ്. പിന്നെ അതുപോലെ ഇതുപോലുള്ള വേരുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കാലിൽ കൊള്ളാൻ ചാൻസാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഭയങ്കര രസമാണ്. ഈ ഒരു എന്താ പറയുക, ക്ലിയർ വാട്ടർ, ആ ക്ലിയർ ആയിട്ടുള്ള ആ ഒരു വൈറ്റ് മണലും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ എത്ര സമയം എൻജോയ് ചെയ്താലും നമുക്ക് മതിയാവില്ല. Sometimes when you're here, I can't feel no doubt, 'cause you keep me where the stars are bound. It doesn't really matter, 'cause you're here with me now. It doesn't really matter. It doesn't really matter, 'cause you're here with me
ബീച്ചിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ബീച്ച് എൻജോയ് ചെയ്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ക്ലിയർ വാട്ടറിൽ ഇവിടെ ഒരു ഷവർ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടം ഇവിടെ ഈ ഒരു റിസോർട്ടിൻ്റേതാണ് ഇത് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേലുള്ള മണലൊക്കെ കളഞ്ഞു ജസ്റ്റ് നമ്മൾ ബീച്ചിൽ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റും. അതുപോലെ It doesn't really matter, 'cause you're here with me now. It doesn't really matter, 'cause I feel so free now. വെള്ളം ഇപ്പോൾ ഇങ്ങനെ ആ മതിലിലേക്ക് അടിക്കാൻ തുടങ്ങി, അത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം ഇറങ്ങിയിട്ട് ഒരുപാട് അറ്റത്തേക്കായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിനുള്ളിലുള്ള പാറകളെയൊന്നും കാണുന്നില്ല. ഇതാ വെള്ളം പോയ സമയമാണ്. ഇപ്പം ഞാനിങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ അത്രയും ശക്തിയിലൊന്നുമില്ല, കുറേശ്ശെ അത് കുറഞ്ഞ് വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വെള്ളം മൊത്തമായിട്ട് നീങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര എന്താ പറയുക, ഇവിടെ എനിക്ക് ഏറ്റവും എൻജോയ്മെൻറ്റ് തോന്നിയൊരു കാര്യമാണ് ഈ ഒരു ബീച്ച് വ്യൂ. ഇതാ ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ കണ്ടിരുന്ന ആ ഒരു ട്രീയുടെ ഭാഗമൊക്കെ ഇപ്പോഴും വെള്ളം തന്നെയാണ്. Sometimes when you're here, I can't feel no doubts, 'cause you keep me. പിന്നെ എന്നെ ഇവിടെ പേടിപ്പിച്ചൊരു കാര്യം, ഇവിടെ ഒരു അലേർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ സീ സ്നേക്സ് ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്. അതോടെ ഒരു ഇത്തിരി പേടിയൊക്കെ വന്നു. പിന്നെ എല്ലായിടത്തും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടായി ഞാൻ നടത്തുക. അതുവരെ അത്ര ബോധേഡല്ലായിരുന്നു ഒന്നിനെക്കുറിച്ചും. ഈ കാലിൽ ഇങ്ങനെ ഓരോ ഷാർപ്പായിട്ടുള്ള പാറകളോ മറ്റോ എന്തെങ്കിലും തട്ടിയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്ന് കരുതി മുറിവൊന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കളർ നോക്കി, ഒരു സീ എന്ന് പറയുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ ആ ട്രീൻ്റെ അവിടേക്ക് ഇരുന്നിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമുള്ള സമയത്തും വെള്ളം ഇല്ലാത്ത സമയത്തും ആ ട്രീയിലൊക്കെ നിന്നിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. Sometimes when you're here, I can't feel no doubts, 'cause you keep me. ദാ ഇപ്പോൾ മുതൽ ഏകദേശം ഇപ്പോൾ ഒരു 11:30 ഒരു 12 സമയം. ദാ ഇപ്പോൾ മുതൽ വെള്ളം മുഴുവനായും പോയി തുടങ്ങി. മതിലിലേക്ക് വന്ന് അടിച്ചിരുന്ന വെള്ളമൊക്കെ പോയി ജസ്റ്റ് പാറക്കല്ലുകൾ മാത്രമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൊത്തം പാറക്കല്ല് മാത്രം കാണിക്കുന്നൊരു ഭാഗം വെള്ളം കാണിച്ച ഉടനെ തന്നെ ആ ഒരു അവസ്ഥയിലേക്കും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ദൂരേക്കായി തുടങ്ങി കേട്ടോ സീയുടെ ഒരു പിന്നെ കാഴ്ചയൊക്കെ. ഇവിടെയൊക്കെ മൊത്തം പിന്നെ വെള്ളം ബാക്കിലേക്ക് പോയി ഇരിക്കുകയാണ്. ഇതായിരിക്കും വേലിക്കയറ്റം വേലിയിറക്കം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. ഈ മരമൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ കയറിയിരുന്ന് ബീച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. 'Cause you're here with me now. It doesn't really matter, 'cause I feel so free now. ഒരു ഡോഗ് കുറേ പ്രാവുകളെ ഓടിക്കുന്ന ഒരു കാഴ്ച നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് സമയം ഞാൻ അതൊന്നും ഇങ്ങനെ നോക്കിയിരുന്നു. നിങ്ങൾ വെള്ളം എവിടെ വരെ എത്തിയെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ നിന്നൊക്കെ പോയി ഒരുപാട് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
ചെറിയ ഞണ്ടുകളും മറ്റു എന്തൊക്കെയോ കടൽ ജീവികളൊക്കെ ഇതിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴുകി പോയ സമയത്തുള്ള ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ മൊത്തം വെള്ളത്തിലായി നിന്നിരുന്ന ഭാഗത്തെ ആ ട്രീ ആണ് കേട്ടോ അത്. നിറയെ വെള്ളമായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ വെള്ളം ഉള്ള സമയത്തും വെള്ളം ഇല്ലാത്ത സമയത്തും നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇത്രയും ഇങ്ങനെ ആ വെള്ളമുള്ള സ്ഥലത്ത് കൂടെ നേരത്തെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ട്രീയുടെ അടുത്തേക്ക് നമ്മളിതാ വെള്ളം ഇല്ലാണ്ട് ഈ ഒരു മണൽപ്പരപ്പിലൂടെ നടക്കുകയാണ്. നമ്മുടെ കാലടികൾ ഇങ്ങനെ പതിയുന്നുണ്ട് ആ മണലിലൊക്കെ. ഇതാ നേരത്തെ കാണിച്ച ആ വെള്ളത്തിൽ നിന്നിരുന്ന ആ ട്രീ ആണിത്. ഇവിടെയൊക്കെ നമുക്കെന്തോ ആർട്ട് ചെയ്ത പോലെ കാണുന്നുണ്ട് കേട്ടോ. ഞണ്ടോ മറ്റോ എന്തോ ജീവികൾ ചെയ്ത അവരുടെ എന്തോ ഒരു വർക്കാണത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന ത്രെഡ് വർക്കിൻ്റെയും സ്റ്റോൺ വർക്കിൻ്റെയും ഒക്കെ പോലെ തോന്നി കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ രാധാനഗർ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ് രാധാനഗർ ബീച്ച്. ഏഷ്യയിലെ ഏറ്റവും നല്ല ബീച്ചുകളിൽ ഒന്നാണ്. അപ്പോൾ രാധാനഗർ ബീച്ചിലെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൈറ്റ് മണലും ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. നിറയെ ആളുകളുണ്ടായിരുന്നു. എല്ലാവരും ബീച്ച് എൻജോയ് ചെയ്തുകൊണ്ടും ഫോട്ടോ എടുത്തുകൊണ്ടും ഒരുപാട് പിന്നെ ഹണിമൂൺ കപ്പിൾസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഫോട്ടോ സെഷൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു ബീച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു രാധാനഗർ ബീച്ചിലേത്. ഇവിടെയും ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ആർട്ട് വർക്ക്. എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. പിന്നെ ഇഷ്ടം പോലെ ജെല്ലി ഫിഷൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ജെല്ലി ഫിഷുകൾ ഇങ്ങനെ കരക്കടിഞ്ഞ് കിടക്കുന്നത് കാണാം. പിന്നെ കുറേ കഴിയുമ്പോൾ അവർ വെള്ളത്തിലും ഇങ്ങനെ സ്വിമ്മ് ചെയ്തിട്ട് അവരുടെ ഒരു പ്രത്യേക ഒരു സ്വിമ്മിങ് ആണല്ലോ ജെല്ലി ഫിഷിൻ്റെ, അതൊക്കെ കണ്ടു. പിന്നെ സൺസെറ്റ് നമ്മൾക്ക് അത്ര വിസിബിൾ അല്ലായിരുന്നു. അവിടെയൊക്കെ ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് സൺസെറ്റ് അത്ര വിസിബിൾ ആയില്ല. എന്നാലും ആ ഒരു സൺസെറ്റിൻ്റെ ഫീൽ ഉണ്ടായിരുന്നു. ജെല്ലി ഫിഷൊക്കെ ചത്തതാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ജസ്റ്റ് കാലുകൊണ്ടൊക്കെ അവർ തട്ടി നോക്കിയത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബ്രീത്തൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ ആ ഒരു ബീച്ച് ഒരുപാട് സമയം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സീ ഫുഡ് എൻജോയ് ചെയ്യാൻ പോയി. അപ്പോൾ നമുക്കിങ്ങനെ അവർ കുറച്ച് ഫിഷുകളെ കാണിച്ചു തന്നിട്ട് ഏത് ഫിഷ് വെച്ച് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ഫിഷ് പറഞ്ഞു. ആ ഫിഷ് കൊണ്ട് ഞങ്ങൾക്ക് കറിയും വേണം ഫ്രൈയും വേണമെന്ന് പറഞ്ഞു. അവരത് തയ്യാറാക്കി തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ സീ ഫുഡെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം എലിഫൻ്റ ബീച്ചിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബോട്ട് ചെട്ടിയിൽ നിന്നാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഹാവ്ലോക്കിലെ ബോട്ട് ചെട്ടി ഞാൻ കാണിച്ചിരുന്നല്ലോ. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടി അത് ബുക്ക് ചെയ്യാനിരിക്കുന്നവരെയും എല്ലാം. അപ്പോൾ അവിടെ നിന്നും നമ്മൾ സ്നോർക്കലിങ്ങും അതുപോലെ തന്നെ സീ വാക്കും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ചെയ്യുന്നത് എലിഫൻറ്റ് ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പോൾ എലിഫൻറ്റ് ബീച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ രാധാനഗർ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലൂടെ ട്രെക്കിംഗ് വഴിയും ഏകദേശം 1 ഹവറോളം ഉണ്ടെന്ന് തോന്നുന്നു ട്രെക്കിംഗ് അങ്ങോട്ട്. അങ്ങനെയും ഈ എലിഫൻറ്റ് ബീച്ചിലേക്ക് എത്താം കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് ബോട്ടിൽ ഏകദേശം ഒരു 20 മിനിറ്റോളം യാത്രയാണ് ഈ എലിഫൻറ്റ് ബീച്ചിലേക്കുള്ളത്. ദൂരെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അവിടെയുള്ള ബീച്ച് ആക്ടിവിറ്റീസ് എല്ലാം.
Sometimes when you're here, I can't feel no doubts, 'cause you keep me where the stars are bound. It doesn't really matter, 'cause you're here with me now. It doesn't really matter. It doesn't really matter, 'cause you're here with me now. It doesn't really matter, 'cause I feel so free now. Sometimes I wonder, will we be around to see forever on the silver cloud? Sometimes when you're here, I can't feel no doubts, 'cause you keep me where the stars are bound. It doesn't really matter, 'cause you're here with me now. It doesn't really matter. It doesn't really matter, 'cause you're here with me now. It doesn't really matter, 'cause I feel so free now. It doesn't really matter. It doesn't really അപ്പോൾ നമ്മളിവിടെ എത്തിയത് സ്നോർക്കലിങ്ങിന് റെഡി ആയതാണ് കേട്ടോ. സ്നോർക്കലിംഗ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഒരുപാട് കോറൽസും ഫിഷും എല്ലാം ഉണ്ടായിരുന്നു. അവർ നമ്മുടെ കയ്യിൽ ഫിഷിനുള്ള ഫുഡെല്ലാം തരും. അത് നമ്മൾ കാണിക്കുമ്പോഴേക്കും നമ്മളടുത്തേക്ക് ഒരു കൂട്ടമായ യെല്ലോ ബ്ലാക്ക് ഒക്കെ ലൈൻസൊക്കെ ഉള്ള ഒരു ഫിഷൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിറയെ കൂടെ വരുമായിരുന്നു കൂട്ടത്തോടെ. ക്യാമറ കയ്യിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ബീച്ചിൽ നിന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇവിടെ നിറയെ കട്ട് ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റ് ചാറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും. കട്ട് ഫ്രൂട്ട്സൊക്കെ നമുക്ക് നല്ല ക്ഷീണത്തിന് ആശ്വാസം കിട്ടുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഇളനീര്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലായിടത്തും ഇളനീരാണ്. ഇഷ്ടംപോലെ ഇളനീര് വാങ്ങിച്ച് കഴിക്കാം. 40 രൂപ എങ്ങാനുമാണ് ഒരു ഇളനീരിന് വില വരുന്നത്. പക്ഷെ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കത് പിന്നെ അത് കുടിച്ച് അതിലുള്ള തേങ്ങയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് കുറേ സമയത്തേക്ക് ഫില്ലായ ഫീലുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ സീ വാക്കിന് പോവുകയാണ് കേട്ടോ. സീ വാക്ക് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങോട്ട് ഉൾക്കടലിൻ്റെ കുറച്ചും കൂടെ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഫെറിയിൽ 8 പേര് എങ്ങാനും ആയിരുന്നു കേട്ടോ. 10 പേരായിരുന്നു, അല്ല 8 പേരായിരുന്നു. ആ 8 പേരെ കൊണ്ടുപോകുന്ന ആ ഗൈഡ് തന്നെയാണ് പിന്നെ നമ്മളെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. നമുക്കൊരു 3 hours നമുക്ക് അവിടെ സമയം തന്നിട്ടുണ്ടായിരുന്നത്. ആ 3 hours-നുള്ളിൽ പലരും പല ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ 3 hours-നുള്ളിൽ നമ്മളെടുത്ത് തിരിച്ചു വരണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ തന്നെ നമുക്കവിടെ നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇതെല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയ ആ ഗ്രൂപ്പൊക്കെ പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഫ്രണ്ട്സ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരൊക്കെ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ ഏതൊക്കെ ചെയ്തു, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. സീ വാക്ക് ചെയ്യാനുള്ള ആ ഒരു ബോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് നോക്കി നിന്ന കാഴ്ചയാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഈ ഫിഷിൻ്റെ കൂട്ടം, കുഞ്ഞു ഫിഷുകൾ നിറയെ ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്നത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ടേണായി. ഞാൻ സീ വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുവാണ്.
ഇച്ചിരി പേടിയൊക്കെ തോന്നി ഫസ്റ്റ് ടൈം. അതായത് ആ ഇറങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ചെവി അടയുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, മൂക്ക് പൊത്തി പിടിക്കുക, വായ കൊണ്ട് ചവക്കുന്ന പോലെ ചെയ്യുക, പിന്നെ അങ്ങനെ അവരിങ്ങനെ ഓരോ ആക്ഷൻസ് നമുക്ക് ആദ്യമേ അവർ കുറച്ച് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഗൈഡ് ചെയ്യുന്ന ആളുണ്ടല്ലോ, നമുക്കതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് ഇവരിങ്ങനെ താഴ്ത്തി കൊണ്ടുപോകുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പ്രഷർ ഒരു ചെവിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്കുണ്ടായ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ വേണം എന്നൊക്കെയുള്ള ആക്ഷനൊക്കെ അവർ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട്. പക്ഷേ ഓക്കെ ആണെങ്കിൽ നമ്മൾ തംസപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ചെയ്യണം, കൈ വെക്കുക, അങ്ങനെയൊക്കെ. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാനൊന്ന് ടെൻഷനായി ഓക്കെ ആവില്ലേന്ന്. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. സീവാക്ക് ഭയങ്കര രസമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മുടെ എന്താ പറയുക, സീനുള്ളിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ഇതിൽ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. നല്ല രസമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്കിവിടെ ഷെയർ ചെയ്യാൻ. വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ഇല്ല. അതാ എൻ്റേത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ അതിന് ശേഷം ബോട്ടിൽ നമ്മൾ ആ വെള്ളമൊക്കെ ഒഴുകി പോകാൻ, നമ്മൾ ഡ്രസ്സിൽ വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഞാനിങ്ങനെ സീയുടെ ആ ഒരു ക്ലിയർ വ്യൂ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്തതാണ്. അപ്പോഴും നമ്മളിങ്ങനെ ഒരുപാട് ഫിഷിനെ കാണുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന്. നമുക്ക് ഈ ഒരു ക്ലിയർ സീ എത്ര ആഴത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ടെന്ന് അറിയാം. ക്യാമറയിൽ അത് എത്രയ്ക്കും കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. കാണുന്നുണ്ടോ നിങ്ങൾ? ആ കുഞ്ഞു ഫിഷുകളെ മാത്രമല്ല, കുറച്ച് വലിയ ഫിഷുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. Sometimes when you're here, I can feel no doubts, 'cause you keep me. പിന്നീട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് അതെല്ലാം കഴിഞ്ഞ് എലിഫൻ്റ് ബീച്ചിലേക്ക് തന്നെ തിരിച്ചെത്തി. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ അവരൊക്കെ വേറെയും ഒരുപാട് ആക്ടിവിറ്റീസിലൊക്കെ ടിക്കറ്റ് എടുത്തവരായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്ന അത്രയും സമയമാണ് നമ്മളിവിടെ ഇങ്ങനെ കുറേ സമയം ഇവിടെ വലിയ ട്രീസൊക്കെ വീണ് കിടക്കുന്നുണ്ട്, ഉണങ്ങി നിൽക്കുന്നുണ്ട്, വലിയ വേരുകളൊക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ട്രീസൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടും ആ ബീച്ച് എൻജോയ് ചെയ്തും കുറച്ച് സമയം അവിടെ ഇങ്ങനെ ആ ഒരു 3 hours മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിന്നു. Sometimes when you're here, I can feel no doubts, 'cause you keep me where the stars are bright. It doesn't really matter, 'cause you're here with me now. It doesn't really matter. It doesn't really matter, 'cause you're here with me now. It doesn't really matter, 'cause I feel so free now. It doesn't really matter. It doesn't really അങ്ങനെ നമ്മൾ എല്ലാവരും എത്തി തിരിച്ചു പോകാൻ തുടങ്ങി. തിരിച്ചു പോകുന്ന യാത്രയിലുള്ള ചില കാഴ്ചകളാണ്. ഒരു ലൈറ്റ് ഹൗസ് അവിടെ കാണുന്നുണ്ട്,
ചെറുതായിട്ടുള്ളൊരു ലൈറ്റ് ഹൗസ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് ബോട്ടിൽ തിരിച്ച് നമ്മൾ പോവുകയാണ്. It doesn't really matter, 'cause I feel so free now. തിരിച്ച് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഉടനെ തന്നെ ഞങ്ങൾക്ക് പോർട്ട് ബ്ലെയറിലേക്ക് പോകാനുള്ള ഫെറിയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും ഓടുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഫെറി കയറാൻ വേണ്ടിയിട്ട് ഫെറിയുടെ ടൈം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫെറിയിലേക്ക് ഓടിക്കയറി. ഇപ്പോൾ നമ്മൾ പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു പോകുന്ന ഫെറിയിലാണുള്ളത്. മാക്രൂസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫെറിയിൽ തന്നെ ആയിരുന്നു നമ്മൾ പോകുന്നത്. അപ്പോൾ ഫെറിയുടെ ഉൾഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. Sometimes when you're here, I can feel no doubts, 'cause you keep me where the stars are bound. It doesn't really matter, 'cause you're here with me now. It doesn't really matter. It doesn't really matter, 'cause you're here with me now. It doesn't really matter, 'cause I feel so free now. പുറത്തേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ ഗ്ലാസ്സിനുള്ളിൽ കൂടെയുള്ള കാഴ്ച നേരത്തെ മറ്റേ ഫെറിയിലെ പോലെ തന്നെ, നോട്ടിക്കയിലെ പോലെ തന്നെയാണ് ഇവിടെയും.
എന്നാലും ഗ്ലാസ്സിലൂടെ ഇങ്ങനെ കാണാം. സൺസെറ്റ് കാണുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ്സിലൂടെ നമ്മൾ സൺസെറ്റ് കാണുമ്പോൾ ഭയങ്കര റെഡായിട്ട് തോന്നി. അതേ സമയം നമ്മൾ തൊട്ടപ്പുറത്തെ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ഒരു ലൈറ്റ് കളറിലായിട്ടാണ് കാണുന്നത്. അതിനി സൺസെറ്റ് വരുമ്പോൾ കാണുമ്പോൾ ഇപ്പോൾ സൺസെറ്റ് കാണുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ച ഗ്ലാസ്സിലൂടെയാണ്. അപ്പോൾ ഭയങ്കര റെഡിഷ് ആയിട്ടും തൊട്ടപ്പുറത്തെ ഗ്ലാസ്സിൽ ഇങ്ങനെ കളറിലുമാണ് നമ്മൾ സൺസെറ്റ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. ആ ഗ്ലാസ്സുകളുടെ എന്തോ ഒരു കളർ വ്യത്യാസമായിരിക്കും അത് ഇങ്ങനെയുള്ളൊരു വ്യൂ വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോർട്ട് ബ്ലെയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നളന്ദ എന്ന് പറഞ്ഞ വലിയൊരു ഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി അതൊക്കെ ഒന്ന് കണ്ടു, ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ പരിസരമൊക്കെ മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്തു. ഇതാണ് നമ്മൾ വന്നിരുന്ന ആ ഒരു ഫെറി, മാക്രൂസ് എന്ന് പറയുന്ന ഫെറിയാണ്. അപ്പോൾ അത് കുറച്ച് സമയം അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അത് പോകുന്നത് വരെ ഒന്ന് നോക്കി നിന്ന് നമ്മൾ തിരിച്ച് ദീപ്തിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്. ഇനി അടുത്ത പാർട്ട് 4 നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഭരത്താങ് എന്ന് പറയുന്ന ഇടത്തേക്ക് പോയതാണ്. കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു. അവിടെ ജാർവാകളുള്ള ആ കാടുണ്ടല്ലോ, ജാർവ എന്ന് പറയുന്നത് നരഭോജികളായിട്ടുള്ള ആദിവാസികളുള്ള ഒരു കാടാണ്. ആ കാട്ടിലൂടെ നമ്മൾ പോയതും പിന്നെ അതുപോലെ തന്നെ ലൈം സ്റ്റോൺ കേവ്സും മറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതൊക്കെയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ അതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ആക്ടിവിറ്റീസും എല്ലാം ആയിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മാക്രൂസിൻ്റെ അടുത്തൊരു ബായ് ഒക്കെ പറഞ്ഞു. കുറേ സമയം അവിടെ ഇങ്ങനെ അത് പോകുന്നത് നോക്കി നിന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. It doesn't really matter.